ഹലോ ഗൈസ്, സൈലന്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു സൺഡേ ഇംഗ്ലീഷ് ഫുട്ബോളിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങളാണ് നടന്നത്. ഒന്ന് ലണ്ടൻ ഡെർബി, എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ആർസണൽ വേഴ്സസ് ചെൽസി മാച്ചായിരുന്നു പ്രീമിയർ ലീഗിൽ പറയാനുള്ളത്. അവിടെ 1-0 ഒരു കംഫർട്ടബിൾ വിക്ടറി തന്നെ മിക്കേൽ ആർട്ടറ്റയും സംഘവും നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് കരബാവോ കപ്പിൻ്റെ ഫൈനൽ വെമ്പിളി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ലിവർപൂൾ വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ് മത്സരമായിരുന്നു. അവിടെ ആർനെ സ്ലോട്ടിന് കീഴിൽ ആദ്യത്തെ ഒരു ഡൊമസ്റ്റിക് ട്രോഫി ലക്ഷ്യമിട്ട് ഇറങ്ങിയ ലിവർപൂളിനെ ന്യൂകാസിൽ യുണൈറ്റഡ്, എഡി ഹോവിൻ്റെ ന്യൂകാസിൽ യുണൈറ്റഡ് തോൽപ്പിച്ചു എന്നുള്ളതാണ്. 55 വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഒരു ട്രോഫിക്ക് വേണ്ടിയുള്ള ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ. അത് അവരവിടെ ഈ ഒരു വർഷം വെമ്പിളി സ്റ്റേഡിയത്തിൽ നേടിയെടുത്തു എന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം ലണ്ടൻ ഡെർബിയെ കുറിച്ച് സംസാരിക്കാം. ലണ്ടൻ ഡെർബിയിൽ അത്ര വിയർക്കേണ്ടി വരാത്തൊരു വിജയം തന്നെ ആർസണൽ നേടിയെടുത്തു എന്നുള്ളതാണ്. അവിടെ മത്സരത്തിൽ ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പറയാനുള്ളൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസിയുടെ സ്റ്റാർ പ്ലെയറായ കോൾ പാമർ ഇഞ്ചുറി കാരണം ഈ ഒരു മത്സരത്തിൽ കളിച്ചില്ല എന്നുള്ളതാണ്. സോ 4-2-3-1 ഫോർമേഷനിൽ ഇറങ്ങിയ ടീമിൻ്റെ മിഡ്ഫീൽഡ് പിവറ്റിൽ റീസ് ജെയിംസും കസേഡും ആയിരുന്നു. എൻസോ ഫെർണാണ്ടസ് കുറച്ചും കൂടി കയറി കോൾ പാമറിൻ്റെ പൊസിഷനിലാണ് കളിച്ചിരുന്നത്. സോ ഇനി ആർസണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്ഥിരം 4-3-3 ഫോർമേഷനിൽ റൈറ്റ് വിങ്ങിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ ധന്യോനറിക്ക് പകരം എന്നുള്ളതാണ് ഒരു മേജർ ചേഞ്ച് പോലെ പറയാനുള്ളത്. അതേപോലെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കലഫിയോറിക്ക് പകരക്കാരനായിട്ട് ലൂയിസ് കെല്ലിയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇനി മത്സരം തുടങ്ങുമ്പോൾ തന്നെ ആർസണൽ ക്ലിയർ ആയിട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ട്രൊസാറിന് 2 ചാൻസ് കിട്ടുന്നു, മാർട്ടിനെല്ലിക്ക് 2 ചാൻസ് കിട്ടുന്നു, അതേപോലെ ഡെക്ലാൻ റൈസിന് ചാൻസ് കിട്ടുന്നു. പക്ഷേ ഈ ചാൻസുകളൊന്നും മുതലാക്കാൻ പ്ലേയേഴ്സിന് കഴിയാത്തൊരു സാഹചര്യം, സ്ഥിരം സിനാരിയോ തന്നെ. അങ്ങനെ 20ാമത്തെ മിനിറ്റിലാണ് ആർസണൽ അവരുടെ ലീഡിങ് ഗോൾ കണ്ടെത്തുന്നത്. കുറച്ചു കാലത്തിന് ശേഷം സെറ്റ് പീസ് FC കോർണറിൽ നിന്ന് മറ്റൊരു ഗോൾ കൂടി കണ്ടെത്തി എന്നുള്ളതാണ്. മിക്കേൽ മെറീനോ ആണ് ആ ഗോൾ നേടിയത് 20ാമത്തെ മിനിറ്റിൽ. മാർട്ടിൻ ഒഡഗാർഡിൻ്റെ അസിസ്റ്റ് ആയിരുന്നു. ഒരു ബാക്ക്വേർഡ് സെഡർ ആയിരുന്നു മിക്കേൽ മെറീൻ്റെ ഭാഗത്ത് നിന്ന്. ഗോൾ കീപ്പറായ റോബർട്ട് സാഞ്ചസ് അവിടെ ബീറ്റൺ ആവുകയായിരുന്നു ആ ഒരു ആംഗിളിൽ. അതിനുശേഷം മത്സരത്തിന് പിന്നെ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒന്നും മുതലാക്കാൻ ആർസണലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തെ ഒരു 10 മിനിറ്റ് പക്ഷേ കാര്യങ്ങൾ തങ്ങളുടെ പരിധിയിലാക്കാൻ ചെൽസി കാര്യമായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. നല്ല രീതിയിൽ പൊസിഷൻ കീപ്പ് ചെയ്ത് ആർസണലിന് പന്ത് വിട്ടുകൊടുക്കാതെ ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിക്കാൻ ചെൽസിക്ക് കഴിഞ്ഞു. അതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസണലിൻ്റെ ഹാഫിൽ തന്നെ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ചെൽസി പ്ലേയേഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ പെഡ്രോ നെറ്റോ റൈറ്റ് വിങ്ങിലോട്ട് ചേർന്ന് കളിച്ചപ്പോൾ ഉണ്ടായ അറ്റാക്കിങ്ങിൽ വന്ന വ്യത്യാസവും വളരെയധികം നോട്ടീസബിൾ ആയിരുന്നു. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിലും ഏറെക്കുറെ ഇതേ അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ കാര്യമായിട്ടൊരു ഗോള് ത്രെറ്റനിങ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെൽസി ഫ്രണ്ട് ലൈന് കഴിയുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ ഒരു വോളി അവസരം കിട്ടിയത് കുക്കറിലേക്കായിരുന്നു. ഈ ഒരു അവസരം മേ ബി ഡേവിഡ് റായുടെ ഒരു ബ്ലണ്ടർ കാരണം മേ ബി സ്കോർ ലൈനിൽ ചലനം ഉണ്ടാക്കിയതിനെ, പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഫോർ ദ ആർസണൽ ഫാൻസ് അത് പുറത്തേക്ക് പോയി ചെറിയൊരു വ്യത്യാസത്തിൽ എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൻ്റെ അവസാനം കുക്കറിലേക്ക് ഒരു ഹെഡർ അവസരം കിട്ടുന്നുണ്ട്. പക്ഷേ അതൊരു വീക്ക് ഹെഡർ ആവുകയും ഒരു ഗ്രൗണ്ടഡ് ഹെഡർ ആവുകയും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡേവിഡ് റായ്ക്ക് അത് കളക്ട് ചെയ്യാനും കഴിയുന്നുണ്ട്. ആർസണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ 2-0 എന്നുള്ള സ്കോറിലേക്ക് മത്സരം ഉയർത്തി മത്സരമായിട്ട് സീൽ ചെയ്യാനുള്ള ഒരു അവസരം അവിടെ കിട്ടിയതാണ്. പക്ഷേ മിക്കേൽ മെറീനോൻ്റെ ഒരു വോളി ഷോട്ട് അവിടെ ഗോൾ കീപ്പറായ റോബർട്ട് സാഞ്ചസ് ഗംഭീരമായിട്ട് സേവ് ചെയ്തു. ഒരു ഗോൾ ലൈൻ സേവ് എന്ന് തന്നെ പറയാൻ കഴിയും. ആ ഒരു ലൈനിലാണ് ആ ഒരു സേവ് വരുന്നത് എന്നുള്ളതാണ്. സോ ഇനി മത്സരത്തിന് ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ ആർസണലിൻ്റെ ഭാഗത്ത് നിന്ന് അറ്റാക്കിങ്ങിന് നല്ലോണം അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്ഥിരം പല്ലവി എന്ന പോലെ ഗോളുകൾ കണ്ടെത്താൻ ആർസണൽ പ്ലേയേഴ്സ് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ആർസണലിൻ്റെ അറ്റാക്ക് കൂടുതലും റൈറ്റ് വിങ്ങിലൂടെ തന്നെ വന്നു എന്നുള്ളത് പറയാവുന്നൊരു കാര്യമാണ്. കുക്കറല വേഴ്സസ് ഗബ്രിയേൽ മാർട്ടിനെല്ലി നല്ലൊരു ഫൈറ്റ് ആയിരുന്നു കാണാനായിട്ട്. പക്ഷേ മിക്ക സമയം ഏറെക്കുറെ മാർട്ടിനെല്ലിക്ക് പന്ത് ബോക്സിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. അതേപോലെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ട്രൊസാറിൻ്റെ ഭാഗത്തുനിന്ന് ക്രോസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരുപാട് ത്രെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. സ്ഥിരം പറയുന്ന പോലെ ആർസണലിൻ്റെ ക്രോസുകൾ ലക്ഷ്യസ്ഥാനത്ത് എപ്പോഴും എത്തുന്നില്ല എന്നുള്ളതൊരു ഇപ്പോഴും നടന്നു പോകുന്നൊരു സംഭവമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് മിഡ്ഫീൽഡിൽ സ്പേസസ് കണ്ടെത്താൻ ആർസണൽ പ്ലേയേഴ്സിന് കഴിയുന്നുണ്ടായിരുന്നു. കാരണം ഒരു 3-4-3 ഫോർമേഷനിൽ കളിക്കാനാണ് വിത്ത് ദ ബോൾ മിക്കപ്പോഴും ചെൽസി പ്ലേയേഴ്സ് ശ്രമിക്കാറുള്ളത്. അതേപോലെ 3 മാൻ പ്രസ്സിങ്ങിലേക്കും ചെൽസി മിക്ക സമയവും ആർസണൽ ഗോൾ കിക്ക് എടുക്കുമ്പോൾ ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു. സോ അങ്ങനെ വരുമ്പോൾ ചെൽസിയുടെ മിഡ്ഫീൽഡിൽ അത്യാവശ്യം സ്പേസ് ഓപ്പൺ ആവുന്നത് കാണാമായിരുന്നു. പക്ഷെ അത് മുതലാക്കാനായിട്ട് ആർസണലിൻ്റെ മിഡ്ഫീൽഡിന് കഴിഞ്ഞില്ല. അത് വളരെ ക്വിക്ക് മൂവ്മെൻറ്റ്സിൽ ആ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ആർസണൽ മിഡ്ഫീൽഡിന് കഴിഞ്ഞില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. ബട്ട് എനിവേ പെഡ്രോ നെറ്റോയുടെ ഒരു പ്രസൻസ് അറ്റാക്കിങ്ങിന് അദ്ദേഹം നല്ല രീതിയിൽ സംഭാവന കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു
സ്കോർ ഷീറ്റിൽ കാര്യമായിട്ട് ചലനം കൊണ്ടുവരാനായിട്ട് പെട്രോനെറ്റോയ്ക്ക് ഇത്തവണ കഴിഞ്ഞില്ല. കഴിഞ്ഞ റിവേഴ്സ് ഫിക്സ്ചറിൽ പെട്രോനെറ്റോൻ്റെ ബോക്സിന് വെളിയിൽ നിന്നൊരു ഷോട്ടിലാണ് ഈക്വലൈസിംഗ് ഗോൾ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ചെൽസി കണ്ടെത്തിയത്. പക്ഷേ അങ്ങനത്തെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിസൾട്ട് ഇത്തവണ പെട്രോനെറ്റോയ്ക്ക് ഈ ഒരു മത്സരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ ക്യുക്കറലയുടെ കാര്യം പറയേണ്ടതുണ്ട്. നല്ല രീതിയിൽ അറ്റാക്കിങ്ങിനും അതേപോലെ ഡിഫൻസിലും പ്രസൻസ് വയ്ക്കാനായിട്ട് പ്ലെയർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അറ്റാക്കിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 അവസരങ്ങൾ ആ പ്ലെയർ കിട്ടിയെങ്കിലും ആ 2 മുതലാക്കാനായിട്ട് പ്ലെയറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ ബോക്സിൽ അത്യാവശ്യം വെടിപ്പായിട്ട് തന്നെ ഗബ്രിയലും സാലിബയും ത്രെറ്റ്സ് ഡീൽ ചെയ്തുകൊണ്ട് ഡേവിഡ് റായയ്ക്ക് അത്ര വലിയ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടി വന്നിട്ടില്ല ഈ ഒരു മത്സരത്തിൽ. സോ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് അത്രയും അങ്ങോട്ട് ആഴ്സണൽ വേർക്കാതെ തന്നെ ഈ മത്സരം കഴിഞ്ഞു പോയി. പക്ഷെ എന്നിരുന്നാലും ഗോളുകൾ അടിച്ചു കൂട്ടാത്തത് ഇപ്പോഴും ആഴ്സണലിൻ്റെ ഒരു തലവേദന തന്നെയാണ്. ക്യാപ്റ്റനായ മാർട്ടിൻ ഓഡെഗാർഡ് ആണെങ്കിലും ഈ ഒരു മത്സരത്തിലും അത്രയും അങ്ങോട്ട് തിളങ്ങിയെന്ന് പറയാൻ പറ്റില്ല. മേ ബി സൂൺ സാക്ക തിരിച്ചു വരുന്നതോടുകൂടി ആ ഒരു ലിങ്കപ്പ് ഇനിയും ആക്ടിവേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് വർക്ക് റേറ്റ് ഇനിയും ചിലപ്പോൾ സാക്കയുടെ തിരിച്ചുവരവിന് ശേഷം കൂടുമെന്ന് തന്നെ വിശ്വസിക്കാം എന്നുള്ളതാണ്. ഡേവിഡ് റായും ഡെക്ലാൻ റൈസും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. ബട്ട് സ്റ്റിൽ സ്കോർ ലൈനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലെയറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആൻഡ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ആഴ്സണലിന് വലിയ തട്ടലും മുട്ടലും ഇല്ലാത്തൊരു വിജയം തന്നെ ഈ ലണ്ടൻ ഡെർബിയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു. പ്രീമിയർ ലീഗിലെ ടോപ്പ് 6 ടീമുകളുടെ അടുത്ത് നല്ലൊരു റെക്കോർഡ് തന്നെ ഇപ്പോഴും ആഴ്സണൽ കീപ്പ് ചെയ്ത് പോകുന്നു, ഈ അടുത്ത കാലത്തായിട്ട് കീപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. 23 ഫൗളുകളും 6 യെല്ലോ കാർഡ് ഉണ്ടായിരുന്ന മത്സരത്തിന്റെ അവസാനം 3 പോയിന്റുമായിട്ട് ആഴ്സണൽ 2ാം സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ലിവർപൂളുമായിട്ട് 12 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ 2nd സ്ഥാനത്ത് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. ചെൽസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പ്രീമിയർ ലീഗ് വീക്കെൻഡിൽ ചെൽസി അത്യാവശ്യം ലക്കി ആയിരുന്നു തന്നെ പറയാം. കാരണം തൊട്ട് താഴെയുള്ള മാൻചെസ്റ്റർ സിറ്റി ഒരു ഡ്രോയാണ് പിടിച്ചത് ഈ പ്രീമിയർ ലീഗ് വീക്കെൻഡിൽ. സോ അതുകൊണ്ട് തന്നെ ടോപ്പ് 4ൽ നിന്ന് ഈ വീക്കെൻഡ് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം ചെൽസിക്ക് വന്നില്ല എന്നുള്ളതാണ്. 49 പോയിന്റുമായിട്ട് അവരങ്ങനെ 4ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 3rd പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഇനി നമ്മൾ നേരെ നോക്കുന്നത് കരബാവോ കപ്പ് ഫൈനൽ വെംബ്ലി സ്റ്റേഡിയത്തിലേക്കാണ്. 1955 FA കപ്പ് വിജയമാണ് ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ലാസ്റ്റ് മേജർ ഡൊമസ്റ്റിക് ട്രോഫി എന്ന് പറയുന്നത്. സോ 70 വർഷത്തെ കാത്തിരിപ്പാണ് ഒരു മേജർ ഡൊമസ്റ്റിക് ട്രോഫിക്ക് വേണ്ടി. ആ 70 വർഷത്തെ കാത്തിരിപ്പാണ് അവിടെ വെംബ്ലി സ്റ്റേഡിയത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് ഫാൻസ് ആഘോഷിച്ചത് എന്നുള്ളതാണ്. 2-1 ആർനെ സ്ലോട്ടിൻ്റെ ലിവർപൂളിനെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഫേവറേറ്റ്സ് ആയ ഡൊമസ്റ്റിക്കലി ഒരു ഡ്രീം റൺ തന്നെ നടത്തിപ്പോയിക്കൊണ്ടിരുന്ന ലിവർപൂളിനെ വെംബ്ലി സ്റ്റേഡിയത്തിൽ 2-1 എന്നുള്ള സ്കോർ ലൈനിലാണ് എഡി ഹോവിൻ്റെ ന്യൂകാസിൽ യുണൈറ്റഡ് ബീറ്റ് ചെയ്തത് എന്നുള്ളതാണ്. സോ ഇനി മത്സരത്തിൽ ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും പറയാനില്ല. ഒരു 4-2-3-1 ഫോർമേഷനാണ് ലിവർപൂൾ അണിനിരന്നിരുന്നത്. ഗോൾ കീപ്പിംഗിൽ കെലഹർ ആയിരുന്നു അലിസൺ ബെക്കറിന് പകരം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി ഒരു 4-3-3 ഫോർമേഷനിലാണ് എഡി ഹോവ് ന്യൂകാസിൽ യുണൈറ്റഡിനെ ഇറക്കിയിരുന്നത് എന്നുള്ളതാണ്. സോ ഇനി മത്സരത്തിലെ ഫസ്റ്റ് ഹാഫ് സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പൊസഷനൊക്കെ ഏറെക്കുറെ ലിവർപൂളിൻ്റെ കാലുകളിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് കാര്യമായിട്ടൊരു അറ്റാക്കിംഗ് ത്രെറ്റും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലിവർപൂളിൻ്റെ ഫ്രണ്ട് ലൈനോ മിഡ്ഫീൽഡേഴ്സിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ലാതെയാണ് ലിവർപൂൾ ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിച്ചത്. ആകെ ഒരു ഷോട്ട് എന്ന് പറയുന്നത് 45 മിനിറ്റും കഴിഞ്ഞ് ആഡ് ടൈമിൽ ഡിഗോ ജോട്ടയുടെ വക ഒരു അലക്ഷ്യമായ ഒരു ഷോട്ടാണ്, ഒരു ഷോട്ട് അറ്റംപ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഹാഫിലേക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണ്. അതേസമയം ന്യൂകാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 9ഓളം ഷോട്ടുകൾ അവർ ഫസ്റ്റ് ഹാഫിൽ തന്നെ പായിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 45ാമത്തെ മിനിറ്റിലാണ് ഡാനിയൽ ബേൺ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ലീഡിങ് ഗോൾ നേടുന്നത് എന്നുള്ളതാണ്. കോർണർ കിക്കിൽ നിന്ന് വരുന്നൊരു ഗോളായിരുന്നു അത്. ഡാനിയൽ ബേൺ എന്ന് പറയുന്നത് സെൻറ്റർ ബാക്ക്, ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ബോയ്ഹുഡ് സപ്പോർട്ടറാണ് ഈ ഒരു താരം. സോ 45ാമത്തെ മിനിറ്റിൽ ഗ്രീൻ ട്രിപ്പർ വയ്ക്കുന്ന ആ ഒരു സ്വിങ്ങിങ് കോർണർ കിക്കിലേക്ക് ഡാനിയൽ ബേൺ തലവെക്കുകയായിരുന്നു. അവിടെ കെലഹർ ബീറ്റിനാവുകയായിരുന്നു. അവിടെ പിന്നീട് നോട്ടീസ് ചെയ്യപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റീപ്ലേസ് ഒക്കെ കണ്ടപ്പോൾ നോട്ടീസ് ചെയ്യപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനിയൽ ബേണിൻ്റെ പൊസിഷനിങ് വളരെയധികം ടാക്റ്റിക്കലി ഒരു ബ്രില്യൻ സംഭവമായിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ്. കാരണം 198 സെൻറ്റിമീറ്ററിനടുത്ത് അങ്ങോട്ട് ഉയരമുണ്ട് ഡാനിയൽ ബേൺ. സോ ഹൈറ്റ് അഡ്വാൻറ്റേജ് വളരെയധികം ഉള്ള പ്ലെയറാണ്. സോ നമ്മളധികം ഈ കോർണേഴ്സൊക്കെ എടുക്കാൻ വരുമ്പോൾ ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ള പ്ലെയേഴ്സ് ആ ഒരു ഫ്രണ്ട് ലൈനിലേക്ക് ഇടിച്ചുകൂത്തി നിൽക്കും. നമ്മളിപ്പോൾ ആർസണലിൻ്റെ കോർണേഴ്സൊക്കെ ധാരാളമായി കാണാറുണ്ട്. അതിലൊക്കെ അറിയാം സാലിബയായാലും ഗബ്രിയേലാണെങ്കിലും ഹൈറ്റുള്ള പ്ലെയേഴ്സ് ആണോ അവർ ആ ഒരു ഗോൾ സ്കോറിങ് സാധ്യത കൂടുതലുള്ള സ്ഥലത്തേക്ക് നിൽക്കും എന്നുള്ളതാണ്. പക്ഷെ ഡാനിയൽ ബേണിൻ്റെ പൊസിഷനിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പെനാൽറ്റി ബോക്സിൻ്റെ ആ എഡ്ജ് ലൈനിലാണ് ആ താരം നിന്നിരുന്നത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ലിവർപൂളിൻ്റെ ഹൈറ്റുള്ള പ്ലേയേഴ്സായ വാൻഡിക്കിനോ കൊനാറ്റയ്ക്കോ ഒന്നും അത്രയും ഡിസ്റ്റൻസിൽ പോയിട്ട് ഡാനിയൽ ബേണിനെ മാർക്ക് ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ ഡാനിയൽ ബേണായിട്ട് 1-on-1 സിറ്റുവേഷൻ വന്നെങ്കിൽ എനിക്ക് തോന്നുന്നു മാക്കലിസ്റ്ററിനാണ് ആ ഒരു സിറ്റുവേഷൻ വന്നത്. ആ ഒരു കോർണർ കിക്ക് വരുമ്പോൾ ആ ഒരു ബോള് പെനാൽറ്റി ഏരിയയുടെ അവിടേക്ക് ആ ഒരു
ഔട്ടർ ഏരിയയിലേക്ക് പോകുന്ന കാണുമ്പോൾ തന്നെ വാൻഡിക്കിനും കൊനാറ്റയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവണം ഇത് ഡാനിയൽ ബേൺ ഉദ്ദേശിക്കുന്നതാണ്. പക്ഷെ മാക്കലിസ്റ്ററിന് എന്തായാലും ഡാനിയൽ ബേണിനെ തടുക്കാൻ കഴിഞ്ഞില്ല. ആൻഡ് മാക്കലിസ്റ്ററിനെ തട്ടി മാറ്റിക്കൊണ്ട് വളരെ കൂളായിട്ട് ഒരു ഫ്രീ ഹെഡർ തന്നെ അവിടെ ഡാനിയൽ ബേണിന് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതൊരു അത്യാവശ്യം ഡിസ്റ്റൻസും ഉണ്ട് ഗോൾ ലൈനായിട്ട്, പക്ഷെ കറക്റ്റായിട്ടുള്ള ആംഗിളിലായിരുന്നു, കറക്റ്റായിട്ടുള്ള ഒരു പവറിലായിരുന്നു ആ ഹെഡർ വന്നത്. കെലഹർ അവിടെ ബീറ്റൺ ആവുകയായിരുന്നു. കെലഹറിന് വലിയ ചാൻസ് ഒന്നും ഉണ്ടായില്ല അവിടെ എന്നുള്ളതാണ്. സോ അത് വളരെ ടാക്റ്റിക്കലി ബ്രില്യൻ്റ് ആയിട്ടായിട്ട് എനിക്ക് തോന്നി കോർണർ കിക്ക് എടുക്കുന്ന കാര്യത്തിൽ. ആ ഒരു കോർണർ കിക്കിൽ എനിക്കത് വളരെയധികം തോന്നി എന്നുള്ളതാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് വെംബ്ലി സ്റ്റേഡിയത്തിൽ അവസാനിച്ചപ്പോൾ തന്നെ ലീഡ് എടുത്തുകൊണ്ടാണ് ന്യൂകാസിൽ യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിച്ചത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി 51ാമത്തെ മിനിറ്റിൽ തന്നെ എഗെയിൻ കോർണർ കിക്കിൽ നിന്ന് ന്യൂകാസിൽ രണ്ടാമത്തെ ഗോൾ നേടിയെന്ന് കരുതിയതാണ്. അഗൈൻ കീറൻ ട്രിപ്പിയറിൻ്റെ ഒരു കോർണർ കിക്കായിരുന്നു. അത് ഫാർ പോസ്റ്റിന് അപ്പുറം ജോലിംഗ്ടൺ അത് ബേണിന് വെച്ച് കൊടുക്കുന്നു. ബേണിൻ്റെ ഷോട്ട് ഗോൾ കീപ്പറായ കെലഹർ സേവ് ചെയ്യുന്നു. റീബൗണ്ടായി കിട്ടിയത് ഗോൾ പോസ്റ്റിന് അടുത്തുണ്ടായി ഇസാക്കിനായിരുന്നു. ഇസാക്ക് അത് ഫിനിഷ് ചെയ്യുന്നു. പക്ഷേ അവിടെ ഗുമേറസ്, മിഡ്ഫീൽഡറായ ഗുമേറസ് ഗോൾ കീപ്പറെ കവർ ചെയ്യുന്ന ഒരു ഓഫ് സൈഡ് പൊസിഷനിലായതുകൊണ്ട് തന്നെ അതൊരു ഓഫ് സൈഡായി കൂട്ടുന്നു. അങ്ങനെ ആ ഒരു ഗോൾ ഡിസലവ് ചെയ്യപ്പെടുന്നു. പക്ഷെ തൊട്ടടുത്ത നിമിഷം 52ാമത്തെ നിമിഷത്തിൽ എഗെയിൻ ഇസാക്ക് തന്നെ രണ്ടാമത്തെ ഗോൾ ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടി നേടിക്കൊടുത്തു എന്നുള്ളതാണ്. ലെഫ്റ്റ് വിങ്ങിൽ നിന്നും ലെവർമെൻ്റ് കൊടുക്കുന്ന ഒരു ലോഫ്റ്റഡ് ക്രോസ് ഫാർ പോസ്റ്റ് ഏരിയയിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ അവിടെ ഉണ്ടായിരുന്നത് റോബർട്ട്സൺ വേഴ്സസ് മർഫി ആയിരുന്നു. ഒരു എയർ ബാറ്റിലായിരുന്നു. പക്ഷെ അതിൽ വിജയിച്ചത് മർഫി ആയിരുന്നു. പന്ത് നേരെ സെൻട്രൽ കാത്തുന്ന ഇസാക്കിൻ്റെ കാലുകളിലേക്ക്. ഇസാക്കിനെ വളരെ ക്ലോസ് ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് വാൻഡിക്കിനോ മാക്കലിസ്റ്ററിനോ ആ സമയത്ത് കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും അപകടം മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഇസാക്ക് ക്ലോസ് റേഞ്ചിൽ നിന്ന് ഷോട്ട് എടുത്തു. അങ്ങനെ കെലഹർ എഗെയിൻ ബീറ്റൺ ആയി എന്നുള്ളതാണ്. അങ്ങനെ 52ാമത്തെ മിനിറ്റിൽ 2-0 എന്നുള്ള സ്കോർ ലൈനിലേക്ക് മത്സരം ഉയർത്താനായിട്ട് ന്യൂകാസിൽ യുണൈറ്റഡിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ആർനെ സ്ലോട്ടിൻ്റെ ഭാഗത്ത് ചേഞ്ചസ് ഒക്കെ വന്നു. കർട്ടിസ് ജോൺസ് വന്നു, കൊനാറ്റേനെ മാറ്റിക്കൊണ്ട്, അതേപോലെ ഡിയോഗോ ജോട്ടയെ മാറ്റിക്കൊണ്ട് ഡാർവിൻ ന്യൂനസിനെ ആക്കി വിടുന്നു. വന്ന സമയം തന്നെ കർട്ടിസ് ജോൺസിൻ്റെ ഒക്കെ നല്ലൊരു തകർപ്പൻ ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇംഗ്ലീഷ് ഇന്റർനാഷണൽ ഗോൾ കീപ്പറായ നിക് പോപ്പ് അവിടെ ന്യൂകാസിൽ യുണൈറ്റഡിനെ സേവ് ചെയ്യുന്നുണ്ട്. ഏകദേശം 65ാമത്തെ മിനിറ്റിൽ ഈ മത്സരം ഫുൾ ഓൺ സീൽ ചെയ്യാനായിട്ടൊരു അവസരം ന്യൂകാസിൽ യുണൈറ്റഡ് ഇസാക്കിന് തന്നെ കിട്ടിയതാണ്. ഒരു ഗുമേറസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ലോഫ്റ്റഡ് ബോളായിരുന്നു ബോക്സിനകത്തേക്ക്. വലിയ ഡിഫൻഡേഴ്സ് ഒന്നും ഇല്ലാതെ അപ്രതീക്ഷിതമായി വന്ന പന്തായതുകൊണ്ട് ഡിഫൻഡേഴ്സിനകത്ത് ആ 2 പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. വിങ്ങറായ ബാൺസ് ആ പന്ത് പാരലായി ഓടുന്ന ഇസാക്കിന് വെച്ച് കൊടുത്തു. പക്ഷേ ഇസാക്കിൻ്റെ ഷോട്ട് അവിടെ കെലഹർ അവിടെ സേവ് ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ ആ മത്സരം അവിടെ സീലായേനെ എന്നുള്ളതാണ്. പിന്നീട് നല്ല രീതിയിൽ തന്നെ ലിവർപൂളിൻ്റെ അറ്റാക്സിനെ മേജർ ത്രെറ്റ്സായി മാറാതിരിക്കാനായിട്ട് ലിവർപൂളിനെ പിടിച്ചു തന്നെ നിർത്തി ന്യൂകാസിൽ ഡിഫൻസ് എന്നുള്ളതാണ്. അങ്ങനെ 90 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ലിവർപൂളിന് ചെറിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം കാണാൻ പറ്റിയത് എന്നുള്ളതാണ്. 90 മിനിറ്റിന് ശേഷം 8 മിനിറ്റിൻ്റെ ആഡ് ടൈമാണ് റഫറി ഒരു മത്സരത്തിന് അനുവദിച്ചിരുന്നത്. അങ്ങനെ 94ാമത്തെ മിനിറ്റിലാണ് ഇറ്റാലിയൻ ഇന്റർനാഷണൽ പ്ലെയറായ കിയസർ വഴി ലിവർപൂൾ ഒരു ഗോൾ തിരിച്ചടിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും അത് മിഡ്ഫീൽഡിൽ ന്യൂകാസിൽ പ്ലെയറായ ഗുമേറസിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആളൊരു സ്പിന്നൊക്കെ അറ്റംപ്റ്റ് ചെയ്തതാണ്. പക്ഷെ അവിടെ ഹാർവി എലിയോട്ടിൻ്റെ അടുത്ത് അത് ഫെയിൽ ആവുന്നു. എലിയോട്ട് ആ പന്ത് എടുത്ത ഉടനെ തന്നെ ഡിഫൻഡേഴ്സിൻ്റെ ഇടയിൽ കൂടെ ഓടുന്ന കിയസറിനെ മാർക്ക് ചെയ്യുന്നു. കിയസറിനെ പന്ത് എത്തിച്ചു കൊടുക്കുന്നു. ഗോൾ കീപ്പർ വരെ കയറി വരുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ എനിവേ ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്തുകൊണ്ട് കിയസറിൻ്റെ ഷോട്ട് നെറ്റിലേക്ക് പായുന്നു എന്നുള്ളതാണ്. ലിവർപൂളിൻ്റെ മത്സരത്തിലെ തന്നെ 2ാമത്തെ ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിരുന്നു അത്. സോ റഫറി അപ്പോഴേക്ക് സൈഡ് ലൈൻ റഫറി അപ്പോഴേക്ക് അതൊരു ഓഫ് സൈഡ് ഫ്ലാഗൊക്കെ ഉയർത്തുന്നുണ്ട്. പിന്നീട് ഒരു ഡീറ്റെയിൽഡ് VAR ചെക്കിന് ശേഷമാണ് ഗോൾ അവിടെ അനുവദിക്കുന്നത്. സോ ഒരു ഫൈനലിൻ്റെ ടെൻഷൻ, അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന ടെൻഷൻ വന്നത് ആ ഒരു സമയത്താണ്. ആ ഗോൾ വീണതിന് ശേഷമാണ് കാര്യങ്ങൾ കുറച്ച് ടെൻസ്ഡ് ആയത്. ഇനി ലിവർപൂൾ ഒരു ഗോളും കൂടി അടിക്കുമോ, കാര്യങ്ങൾ എക്സ്ട്രാ ടൈമിലേക്ക് പോകുമ്പോൾ ന്യൂകാസിലിനെ എത്രത്തോളം പിടിച്ചെടുത്താൻ കഴിയും, അങ്ങനത്തെയുള്ള ചിന്തകൾ, ആ ഒരു ടെൻഷൻ, ആ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഗോൾ വന്നതിന് ശേഷമാണ്. പിന്നീട് ന്യൂകാസിൽ യുണൈറ്റഡ് പ്ലെയേഴ്സ് ടൈം വേസ്റ്റിങ് കാര്യങ്ങളിലേക്ക് നടന്നു. നിക് പോപ്പിനെ യെല്ലോ കാർഡ് കിട്ടുന്നു. ടൊണാലിക്ക്, മിഡ്ഫീൽഡറായ ടൊണാലി കോർണർ കിക്ക് കിട്ടിയതിന് ശേഷം മുട്ടുകുത്തിയെന്ന് ഷൂലേസ് കെട്ടി ടൈം വേസ്റ്റ് ചെയ്യുന്നു. അതിന് യെല്ലോ കാർഡ് കൊടുക്കുന്നു. അതേപോലെ മിഡ്ഫീൽഡിൽ പന്ത് കിട്ടിയാൽ ന്യൂകാസിൽ പ്ലെയേഴ്സ് നേരെ കോർണർ ഫ്ലാഗിലേക്ക് പോകുന്നു. ലിവർപൂൾ പ്ലെയേഴ്സായിട്ട് ഫിസിക്കലി ഫൈറ്റ് ചെയ്ത് നിന്നിപ്പോൾ അവിടെ ടൈം വേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇറ്റ് വാസ് നല്ലൊരു സംഭവമായിരുന്നു. ഫൈനൽ മൊമെൻറ്റ്സിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് ഗെയിം തന്നെ ന്യൂകാസിൽ യുണൈറ്റഡ് പ്ലെയേഴ്സ് അവിടെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അങ്ങനെ 100ാമത്തെ മിനിറ്റിൽ VAR ചെക്ക് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് 2 മിനിറ്റ് എക്സ്ട്രാ റഫറി പിന്നെയും കൊടുത്തു. അങ്ങനെ 100ാമത്തെ മിനിറ്റിൽ റഫറി വിസിൽ വിളിച്ചു. 70 വർഷത്തെ ഒരു മേജർ ഡൊമസ്റ്റിക് കപ്പിനുള്ള കാത്തിരിപ്പ് ന്യൂകാസിൽ യുണൈറ്റഡ് ഫാൻസിൻ്റെ അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. സോ എഡി ഹോവിന് കീഴിൽ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. പക്ഷെ അവർക്ക് ആ ഒരു അപ്രിസിയേഷൻ കൊടുക്കാവുന്ന രീതിയിലൊരു ഒരു ട്രോഫി അവർക്ക് വളരെ അനിവാര്യമായിരുന്നു. അവരുടെ ആ ഒരു പ്രോഗ്രസ്സിനെ മാർക്ക് ചെയ്യുന്ന ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ടോക്കൺ അവർക്ക് അവിടെ കിട്ടേണ്ടത് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. സോ അത് അവർക്ക് അവിടെ കിട്ടി എന്നുള്ളതാണ്. സോ ആൻഡ് ന്യൂകാസിൽ യുണൈറ്റഡ്
കംപ്ലീറ്റ്ലി ഡിസേർവ് ദിസ് വിക്ടറി, കംപ്ലീറ്റ്ലി ഡിസേർവ് ദിസ് ട്രോഫി എന്നുള്ളതാണ്. നല്ല ഫിസിക്കലി വളരെ ഡോമിനേറ്റിംഗ് ആയിട്ട് തന്നെ ലിവർപൂളിനെ ബീറ്റ് ചെയ്യാനായിട്ട് വിത്തൗട്ട് പൊസിഷൻ ഇറ്റ് സെൽഫ്, അത്ര കാര്യമായിട്ട് പൊസിഷൻ കീപ്പ് ചെയ്യാൻ നിൽക്കാതെ തന്നെ ബട്ട് ഫിസിക്കലി നല്ല ഒരു മത്സരം തന്നെ പുറത്തെടുക്കാനായിട്ട് ന്യൂകാസിൽ പ്ലെയേഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ്. സോ നല്ല രീതിയിലുള്ള അപ്രിസിയേഷൻ അവർ അറിയിക്കുന്നുണ്ട്. ദേ കംപ്ലീറ്റ്ലി ഡിസേർവ് ദിസ് എന്നുള്ളതാണ്. ആൻഡ് എസ്പെഷ്യലി എഡി ഹോ, ന്യൂകാസിലിൻ്റെ ഒരു പ്രോഗ്രഷനും കാര്യങ്ങളും അവർക്ക് വരുന്ന ഡെവലപ്മെൻറ്റ്സ്, അവരുടെ പ്ലേയിങ് സ്റ്റൈൽ വരുന്ന ഡെവലപ്മെൻ്റ് ആണെങ്കിലും അവരുടെ ടേബിളിലെ പ്രസൻസ് ആണെങ്കിലും ടോപ്പ് ടേബിളിലേക്കുള്ള അവരുടെ കൺസിസ്റ്റൻസി ആണെങ്കിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോ ഇത് വളരെയധികം അവർ ഡിസർവ് ചെയ്യുന്നൊരു വിക്ടറി, ഒരു കപ്പ് തന്നെയാണ് എന്നുള്ള, സിൽവർ വെയർ തന്നെയാണെന്നുള്ള കാര്യമാണ്. ഇനി ലിവർപൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആർനെ സ്ലോട്ട് കുറച്ചും കൂടി കാത്തിരിക്കണം ആ ട്രോഫിക്ക് വേണ്ടി എന്നുള്ളതാണ്. പ്രീമിയർ ലീഗ് ട്രോഫി ഏറെക്കുറെ അവർക്ക് തന്നെ കിട്ടുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി കാത്തിരിക്കണം ഒരു മേജർ ഡൊമസ്റ്റിക് ട്രോഫിക്ക് വേണ്ടി എന്നുള്ളതാണ്. ലിവർപൂളിനെ പറ്റി കാര്യം നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു മോശം ആഴ്ചയായിരുന്നു. മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താകുന്നു, അതും ആൻഫീൽഡിൽ നിന്ന് പുറത്താകുന്നു. അതിനുശേഷം ഇപ്പോൾ വീക്കെൻഡിൽ കരബാവോ കപ്പ് വെംബ്ലിയിൽ വെച്ച് തോൽക്കുന്നു എന്നുള്ളതാണ്. സോ രണ്ടും നല്ല നഷ്ടങ്ങൾ തന്നെയാണ് ആർനെ സ്ലോട്ടിനും കൂട്ടർക്കും. ആൻഡ് മുഹമ്മദ് സാലയ്ക്കാണെങ്കിലും ഒരു ബാലൻഡിയോർ സീസണിലൊക്കെ ഒരുപാട് അഡ്വർടൈസ് ചെയ്യപ്പെടുന്ന ഒരു സീസണാണ്. അവിടെ നോക്കുകയാണെങ്കിൽ ഒരാഴ്ച തന്നെ 2 ട്രോഫീസും അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് വിട്ടുപോകുന്നു. സോ അതും അദ്ദേഹത്തിന് ഒരു ഇൻഡിവിജ്വൽ അവാർഡ്സിൻ്റെ ഒരു ലിസ്റ്റിൽ വരുമ്പോൾ അദ്ദേഹത്തിനും അത് വലിയൊരു അടി തന്നെയാണ്. സോ ലിവർപൂൾ ഫാൻസ് എന്തായാലും പെട്ടെന്ന് തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീക്ക് തന്നെയായിരിക്കും ഇപ്പോൾ കഴിഞ്ഞു പോയത് എന്നുള്ളതാണ്. എനിവേ കൺഗ്രാറ്റ്സ് ടു ന്യൂകാസിൽ യുണൈറ്റഡ്, കൺഗ്രാറ്റ്സ് ടു ദ ന്യൂകാസിൽ യുണൈറ്റഡ് ഫാൻസ്, എഡി ഹോ ആൻഡ് ദ പ്ലേയേഴ്സ്. സോ എനിവേ ഈ 2 മത്സരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, എന്നാലും നമ്മുടെ വീഡിയോ കുറച്ചും കൂടി കിടന്ന് കറങ്ങുള്ളൂ, മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് എത്തുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൻ്റെ ഗ്രോത്തിനൊന്ന് കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം നമ്മുടെ ചാനലും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.